2,90,000 രൂപ. 2,90,000 ചെറിയൊരു പ്രൈസിനൊരു വ്യത്യാസമില്ല. 1,90,000 ഒറിജിനൽ കേരള ഫോർച്യൂണർ, അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ കേൾട്ടൺ രജിസ്ട്രേഷനിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പാണ്. 16 മോഡൽ സെഡ് ഓട്ടോമാറ്റിക്. അത് ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ലോങ് ഡ്രൈവിൽ 22 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡിൽ ഡീസൽ വണ്ടി, അതും KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് നമുക്ക് 4,90,000 രൂപ. അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് 17 മോഡൽ ഡീസലിൽ 85 PS വരുന്ന വണ്ടി ഉണ്ടാവും അല്ല. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2018 മോഡൽ മാക്സിമം ട്രാക്കിന്റെ ഒരു മാക്സിമം ലോണും ചെയ്യാം. ലോൺ ചെയ്യാം. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡീസൽ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഏറ്റവും ടോപ്പ് ലോഡ് 4,85 ഫുൾ ഓൺ ചെയ്തുകൂടെ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഡീസൽ മാനുവലില് ഏറ്റവും ടോപ്പ് ലോഡ് ഇല്ല. ഇൻഷുറൻസ് ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. 4,90,000 രൂപ കൊടുക്കാം. 4,90,000 ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി അല്ല. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. 2019 മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും RPMൽ ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് പൊട്ടിച്ചിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ SUV നല്ല കളക്ഷൻസ് ഉണ്ട്. ഇന്നോവകളുണ്ട്, ഫോർച്യൂണർ, ക്രിസ്റ്റ, അതേപോലെ എസ്ക്രോസ് വരുന്നുണ്ട്, ചെറുവാഹനങ്ങൾ, പോളോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അഫ്സൽക്കാണ് നമ്മൾ കൂടുതൽ. അഫ്സൽക്ക നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ RPMന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് പാലക്കാട് കോഴിക്കോട് റോഡിൽ മോങ്ങെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതായത് നമുക്ക് പിന്നെ കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഷോറൂം കൂടിയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളിവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു SUV നിന്ന് തുടങ്ങാം അല്ലേ. അത് മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഒരു ഡസ്റ്റർ ആണ്. ഇത് ഏതായിരുന്നു മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017 മോഡല് ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഡസ്റ്റർ ആണ്. നമുക്ക് 85 ആണോ അതോ 110 ആണോ വരുന്നത്? 85. RXX പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് RXX ഓപ്ഷനാണ്. 85 ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം 18-20 മൈലേജും കിട്ടും. നമുക്ക് 110 അപേക്ഷിച്ച് മെയിൻ്റെനൻസ് വളരെ കുറവുള്ളൊരു വാഹനമാണ്. മോഡൽ പറഞ്ഞത് 17 പക്ഷേ മോഡൽ കൂടിയതാണ്. റൂഫൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് LCD സ്ക്രീൻ വരുന്നുണ്ട്. 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. കമ്പനി അലോയ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് അല്ലേ. എല്ലാം ഓക്കെയാണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് 4,90,000 രൂപ. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് 17 മോഡൽ ഡീസലിൽ 85 PS വരുന്ന വണ്ടി 90,000 നമുക്ക് കൊണ്ടുപോകാം അല്ലേ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കൊണ്ടുപോകാം. 4,90,000 2017 മോഡൽ 85 ഡീസൽ ഡസ്റ്റർ. അടുത്ത തവണ വലിയൊരു വാഹനമാണ്. നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റും. വെർണയാണ്. അതും നമുക്ക് പ്രൊജക്ട് ഹെഡ്ലാംപ്സ് കാര്യങ്ങൾ, കമ്പനി അലോയ്സ് എല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 മൈലേജും നല്ല പെർഫോമൻസ് ഒക്കെ വരുന്ന 1.6 അല്ലത് വരുന്നത്. 1.6 ഫുള്ള് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി പക്ക നമുക്കൊരു പ്രീമിയം ലെവലിലുള്ള ഫിറ്റിങ്സ് കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതേപോലെ നമുക്ക് എയർ ബാഗ്, റിയറിലാണ് നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ വണ്ടി. മോഡൽ ഏതായിരുന്നു? 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് എൻഡ്. 2015 അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഈ വർഷം ആയതുകൊണ്ട് നമുക്ക് ഈ നമ്പർ ഈ വർഷമാണ് അല്ലേ, 2026 നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നോ? 1,25,000 കിലോമീറ്റർ. 1,25 അല്ലേ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ. മേജറായ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 4,85 അല്ലേ. മാക്സിമം പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഡീസൽ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഏറ്റവും ടോപ്പ് ലോഡ് 4,85 ഫുൾ ഓൺ ചെയ്തുകൂടെ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. അടുത്ത നമുക്കൊരു Elite i20ൻ്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വൈറ്റ് ഫിനിഷിംഗ് വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ സ്പോർട്സ് എന്ന വേരിയന്റ് ആണ്. സ്പോർട്സ് ആണ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. സോ നമുക്ക് നല്ല 18-20 മൈലേജ് കിട്ടും. ഇത് നമുക്ക് സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, മിറേഴ്സ്, ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 1,20 സിംഗിൾ ഓണർഷിപ്പില് കൊയിലാണ്ട് രജിസ്ട്രേഷൻ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അല്ലേ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 5,70,000 രൂപ കൊടുക്കാം. 5,70,000 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു
ഒരു 60-70 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ലോൺ ഇറക്കാൻ ചെയ്ത് കൊടുക്കാം. നല്ല പക്ക ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ല 2018 മോഡൽ XUV 300. XUV 300. ഇത് എങ്ങനെയായിരുന്നു, ഡീസലാണോ പെട്രോൾ? 2019 മോഡൽ ഡീസൽ W8O, സൺറൂഫ് വരുന്ന ഏറ്റവും ടോപ്പ്, മാനുവലിൽ ഏറ്റവും ടോപ്പ് ആണ്. സൺറൂഫ് വരും. ഡീസലിൽ അത്യാവശ്യം നമുക്കൊരു 17-18 മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് എങ്ങനെയായിരുന്നു? 18 മോഡൽ അല്ല 18 മോഡൽ 19 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഡീസൽ മാനുവലില് ഏറ്റവും ടോപ്പ് ലോഡ് ഇല്ല. ബമ്പർ ഇൻഷുറൻസ് ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിലൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൈക്കൂട്ട് രജിസ്ട്രേഷനാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ 0309 SUV 300. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 7 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഏകദേശം ആ എമൗണ്ടിന് ചെയ്യാൻ പറ്റും. മാക്സിമം ലോണിന് ലോൺ ചെയ്യാം. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി ഇറക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ TUV 300 ഇല്ല. അതിന്റെ 7 സീറ്റർ ആണ്. ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മഹീന്ദ്രയുടെ 7 സീറ്റർ വാഹനമാണ് ഇത്. 7 സീറ്റർ ആണെങ്കിൽ ഏകദേശം ഒരു 17-18 മൈലേജ് കിട്ടുന്ന നല്ലൊരു എംഒക്കിന്റെ എഞ്ചിനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ T6+ പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്, 7 സീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും ചാലക്കുടി രജിസ്ട്രേഷനാണ് വരുന്നത്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അഡീഷണൽ ആയിട്ട് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,20,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 1,20,000 സിംഗിൾ ഓണർഷിപ്പ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. 4,90,000 ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി അല്ല. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. മാക്സിമം നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. അടുത്ത ഒരു ഇന്നോവയാണ്. സിൽവർ ഫിനിഷിംഗ് ആണ്. Type 4 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ 15 ഒറിജിനൽ Type 4 അല്ല. ഇങ്ങോട്ട് ചെയ്തേക്കണ വണ്ടിയാണ്. നിലവിൽ സ്റ്റേറ്റ് ആണെങ്കിൽ നിലവിൽ നമ്പറൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ല? നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. 15 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 15 മോഡൽ G4 ഇത് 1,86,000 കിലോമീറ്റർ. 1,86. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 8 ലക്ഷം രൂപ. എത്ര? 7 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. 15 മോഡലാണ്. 15 മോഡൽ G4 ഡബിൾ എയർ ബാഗ് G4 വരുന്നില്ല. റിയറിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിയറിൽ വൈപ്പർ കാര്യങ്ങൾ, സ്കേറ്റിങ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. 2012 ഒറിജിനൽ കേരള. 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. 2 വീൽ മാനുവൽ അല്ല. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഒന്നുമില്ലാത്ത വണ്ടി അല്ല. 2 വീൽ മാനുവൽ ആണ്. അത് നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ല ഇന്റീരിയർ ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. സീറോ ക്ലെയിം. അത്രയും നമുക്ക് 100% നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറ്റുന്നു. അത് കേൾട്ടർ രജിസ്ട്രേഷൻ കൂടിയാണ് അല്ലേ? വിത്ത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരള കേൾട്ടർ രജിസ്ട്രേഷനിൽ വരുന്ന 2012 2 വീൽ മാനുവൽ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 11,90 ഒറിജിനൽ കേരള ഫോർച്യൂണർ. അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ കേൾട്ടൺ രജിസ്ട്രേഷനിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പാണ്. 11,90. ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാം? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്തൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. അതും ഗ്രേ ഫിനിഷിങ്. ഇതേതായിരുന്നു മോഡൽ? 2016 മോഡൽ Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതും ഓട്ടോമാറ്റിക് ആണ്. സോ Z ഓട്ടോമാറ്റിക്. ഇത് ഒറിജിനൽ കേരളാണോ? അതർ സ്റ്റേറ്റ് ആണല്ലോ. നിലവിൽ നമ്പറൊക്കെ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടുണ്ട്. മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ നമ്പർ അയക്കണം. ഓക്കെ, ഇപ്പൊ നിലവിൽ KL17 നല്ല വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള Z ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 2 ലക്ഷം കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷം രൂപ. Z ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് വിത്ത് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്?
നമുക്ക് 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു നമുക്ക് ലോൺ ചെയ്യാൻ കൊടുക്കാം അല്ലേ. അടുത്ത് നമുക്ക് മാരുതിയിലെ ഒരു കിഡ്ല SUV ഏതോ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എക്സ്പ്രോസ് ആണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ഡീസൽ 2019 മോഡൽ ഡെൽറ്റ എന്ന വേരിയന്റ് ആണ്. അത് ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ? ഹൈബ്രിഡ്. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളും നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന നെക്സ ബ്ലൂ കളറിൽ വരുന്ന ഒരു എക്സ്പ്രോസ് ഡീസലാണ്. മൈലേജും നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡല് ഡെൽറ്റ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡെൽറ്റയിൽ ഹലവീല് വരൂല, ഹലവീല് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇന്റീരിയറൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ളത്. സീറ്റ് കവേഴ്സ്, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് കമ്പനി അലോയ്സ് തന്നെ ആഡ് ഓൺ ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഡീസൽ ഹൈബ്രിഡിൽ നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? ഇത് നമുക്ക് 790 ചോദിക്കണം, എന്തെങ്കിലും മാറ്റപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. ഏകദേശം നമുക്കൊരു 19 രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റും. 2019 മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. അതായത് നമ്മൾ 2 കിഡ്ലം സ്വിഫ്റ്റുകളാണ്, 2 വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ ZDI. അതായത് ഡീസലിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അതായത് ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ലോങ് ഡ്രൈവിൽ 22 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡിൽ ഡീസൽ വണ്ടി, അതും KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 80,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയിട്ട്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇല്ല. 2018 മോഡല്. 2018 ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് ഡീസലിന് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എത്ര രൂപയാണ് ഈ വാഹനത്തിൽ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,40,000 രൂപ ചോദിക്കണം. 6,40,000. ഏകദേശം ട്രാക്കിന് 10-40 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ മൈലേജ് കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ലോഡ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് 80,000 കിലോമീറ്റർ മൈലേജ് നോക്കുമ്പോൾ 22-24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. then again വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ് വൈറ്റ് ഫിനിഷിങ്. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന 40,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അത് നമുക്ക് 4 സിലിണ്ടറിൽ 2024 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. കിലോമീറ്റർ എന്നാൽ വെറും 40,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിടുവാണ്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ആൻഡ്രോയിഡ് സിസ്റ്റം, അങ്ങനെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വാഹനം. ഏകദേശം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ലോ കിലോമീറ്ററിൽ ഒരു മോഡൽ കൂടിയ വണ്ടി. അടുത്തൊരു മാരുതി സുസുക്കി സിയാസ് ആണ്. അത് ഡീസൽ വണ്ടി, ഹൈബ്രിഡ് ആണ്. സോ ഏകദേശം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വലിയൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്നൊരു വാഹനം അല്ല. 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ്. ഓക്കെ. പക്ഷെ ഇതിലെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവിൽ 22-24 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. റിയറിൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ്, ഫോട്ടോ, പവർ വിൻഡോ, ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയില്ല. കിലോമീറ്റർ എത്രയായിരുന്നു? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 6,00,000 രൂപ. 6,00,000 രൂപ. മാക്സിമം ട്രാക്കിന് 19 രൂപ വണ്ടി ഇറക്കാം. അതേപോലെ അടുത്ത് നമുക്കൊരു ഡെയിലി യൂസിന് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു സിറ്റി, അതിന് 3rd ജനറേഷൻ ആണ്. അതായത് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്, V എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, റിയറിൽ AC വെന്റ്, ഹലൈവീല് കാര്യങ്ങളെല്ലാം, കമ്പനി അലോയ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, കോട്ടയം രജിസ്ട്രേഷൻ ആണ്. നല്ല അടിപൊളി 56-86 ഫാൻസി നമ്പർ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയില്ല. മോഡൽ പറഞ്ഞാൽ 2014 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 1 lakh ആണ് എവിടെയിട്ടുണ്ടല്ലേ. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമുക്ക് 5,00,000 രൂപ ചോദിക്കണം. 5,00,000 രൂപ. മാക്സിമം ട്രാക്കിന് 19 രൂപ വേണ്ടി ഇറക്കാം. അപ്പോൾ മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ചെറിയൊരു പ്രൈസിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത് നമുക്കൊരു സ്കോഡയുടെ റാപ്പിഡ് ആണ്. സോ നമുക്ക് നല്ല പെർഫോമൻസ്, നല്ല ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല യാത്ര കംഫർട്ട് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് റാപ്പിഡ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡൽ റാപ്പിഡ്, ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? സോ നമുക്ക് പിന്നെ KL11 രജിസ്ട്രേഷനിൽ വിത്ത് നല്ല നമ്പർ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിഡിലെ ഇന്റീരിയർ ആണ്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്, പെർഫോമൻസും മൈലേജും
കംഫർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിടിലൻ വാഹനമാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 lakh കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ഒക്കെ പക്കാനുള്ള വണ്ടി. ഓക്കെ, എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? 4 പുത്തൻ ടയർ. ഇത് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ അല്ല? മാക്സിമം ട്രാക്കിന്റെ ഒരു മാക്സിമം ലോണും ചെയ്യാം. ലോൺ ചെയ്യാം. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതും ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ടയോട്ടയുടെ എത്തിയോസ് ലിവ. അത് GD ഓപ്ഷനിൽ സിൽവർ ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 മോഡൽ. ഇങ്ങോട്ട് എന്താണ് നമ്പറായ വണ്ടിയാണ്. ഓക്കെ, GD ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ അതിൽ കാണിക്കണ 1.75, 1,75,000 ഫിറ്റ് തന്നെയല്ല വണ്ടി? എഞ്ചിന് മെക്കാനിക്കൊക്കെ ഫിറ്റ് അല്ല? എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് 2,90,000 രൂപ. 290. ചെറിയൊരു പ്രൈസിനൊരു എത്തിയോസ് ലിവ. നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. അതേപോലെ ഒരു പോളോ. ഇത് GT ആണോ വരുന്നത്? GT 2018 മോഡൽ GT. ഡീസൽ GT കേട്ടോ. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല് ഹൈലൈൻ പ്ലസ് ഡീസൽ GT. നല്ല കിഡ്ല ഇന്റീരിയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വാഹനമാണ്. GT ആണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ല? ഫ്രണ്ട്സ്, നമ്മളിന്ന് RPMലായിരുന്നു. ലൊക്കേഷൻ എന്ന് മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ മാക്സിമം ഫുൾ ഓണൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് RPMൽ അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.